ഡെയിലി ഓഫീസിൽ പോകുന്നുണ്ടാവും, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും, പലരെയും മീറ്റ് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ ഓണപരിപാടി അങ്ങനത്തെ പരിപാടിയിലൊക്കെ പങ്കെടുക്കുന്നുണ്ടാവും. പക്ഷേ ഇയാൾക്ക് സ്വന്തമായിട്ട് ഉള്ളിലോട്ട് നോക്കുമ്പം ഒരു മോട്ടിവേഷൻ കുറവ്, ഒരു എനർജി കുറവ്, ഒരു താല്പര്യക്കുറവ്, പണ്ടത്തെ ആ ഒരു എനർജി ഒന്നും ഫീൽ ചെയ്യാത്തൊരവസ്ഥ, ഇതൊക്കെ ചിലപ്പോൾ ആളുകൾക്ക് ചിലപ്പോൾ സൂയിസൈഡൽ തോട്ട്സ് വരെ തോന്നുന്നു, എന്താണ് ഞാനിങ്ങനെ. അപ്പം ഇത് പക്ഷെ പുറത്ത് പറയാൻ ഒരു മടിക്കുകയും ചെയ്യും. കാരണം എന്താ വെച്ചാൽ ഇത് ഞാൻ പറയുന്നത് എൻ്റെ ഒരു ലേസിനെസ്സിൻ്റെ ഭാഗമായിട്ടാണോ, അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ ഒരു എക്സ്ക്യൂസ് ആയിട്ട് പറയുകയാണോ എന്നുള്ള രീതിയിൽ ഒരു പുറത്തുകാരോടും പറയത്തില്ല. ചിലപ്പോൾ ക്ലോസ് ഫ്രണ്ട്സിനോടൊക്കെ ചിലപ്പോൾ പറയുകയും ചെയ്യും കേട്ടോ, എനിക്കിങ്ങനെ ഭയങ്കര ലോ ആണ്. പക്ഷെ അവർ പറയും, നിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ, നീ ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, നീയാണല്ലോ ഇവിടുത്തെ ബെസ്റ്റ് എംപ്ലോയർ എന്നൊക്കെ പറയുന്നുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ഇത് ഒരു മൈൽഡ് ടൈപ്പ് ഓഫ് ഡിപ്രഷൻ്റെ ഭാഗമായിരിക്കും, അല്ലെങ്കിൽ അതൊരു ഡിസ്റ്റൈമിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ, ഒരു ലോ ഗ്രേഡ് ഡിപ്രഷൻ, നീണ്ടു നിൽക്കുന്ന മാസങ്ങളോളം, 2 years ഒക്കെ നീണ്ടു നിൽക്കും. അത് അപ്പോൾ മാസങ്ങളോളമൊക്കെ നിങ്ങളുടെ നീണ്ടു നിൽക്കുകയാണെങ്കിൽ നല്ലത് എന്താണെന്ന് വെച്ചാൽ ഒരു സൈക്യാട്രിസ്റ്റിനെയോ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയോ ഒക്കെ കണ്ടിട്ട് ഒരു ക്ലിനിക്കൽ ഡയഗ്നോസിസ് എത്തിക്കുക, ഒരു അസസ്മെൻറ്റ് ചെയ്യുക, എന്താണ് ഇവരുടെ കണ്ടീഷൻ, ഇത് വെറും ഒരു ലേസിനെസ് മാത്രമാണോ, അല്ലെങ്കിൽ ഇതൊരു ഡിസ്റ്റൈമിയാണോ, അല്ലെങ്കിൽ ഇതൊരു ഡിപ്രഷനാണോ എന്നുള്ളത്. എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം പഴയ ഒരു എനർജി ലെവൽ റീഗെയിൻ ചെയ്യാനും, പഴയ ഒരു പേഴ്സണാലിറ്റിയിലോട്ട് നമുക്ക് എത്താനും, കൂടുതൽ പ്രൊഡക്റ്റീവ് ആകാനും, ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ചിലപ്പോൾ പറ്റും. അപ്പോൾ ബെസ്റ്റ് കാര്യം അതാണ് നമുക്ക് ചെയ്യാൻ പറ്റും.